Hello everyone, I am Sneha Shahaji and I am a second year BSc Zoology student at St. Thomas College, Thrissur. This presentation is part of my academic curriculum and today I will be presenting on the topic Bonelia. Bonelia is an interesting marine organism known for its unique sexual dimorphism and biological significance. So before going to the Bonelia, let's discuss about the phylum Equira. ഫൈലം എക്വേറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെറൈൻ ആനിമൽസ് ആണ്. നമ്മളിവരെ കോമൺലി വിളിക്കുന്ന പേര് സ്പൂൺ വേംസ് എന്നാണ്. ഇവർ കൂടുതലും കാണുന്നത് സാൻഡ് ആൻഡ് മഡിലായിരിക്കും, അല്ലെങ്കിൽ അതർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ്സ് സച്ച് ആസ് റോക്സ്, കോറൽ ക്രെവിസസ്, സ്നെയിൽ ഷെൽസ് എക്സെട്ര. ഇവരുടെ കളറ് ഡ്രാബ് ഗ്രേ അല്ലെങ്കിൽ ബ്രൗൺ ആയിരിക്കും. ഇനി ബൊണേലിയ പോലുള്ള ഓർഗാനിസംസ് എടുക്കുകയാണെങ്കിൽ ദേ ആർ ഗ്രീൻ ആൻഡ് സം അതേഴ്സ് ആർ റെഡ് ഓർ റോസ്. ദെൻ ബോഡി ഈസ് യൂഷ്വലി ട്രാൻസ്പാരൻറ്റ്. ഇനി ബോഡി ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിരിക്കും, സോഫ്റ്റ് ആൻഡ് തിക്കാണ്. ഇവരുടെ ബോഡിയിൽ നമുക്ക് ട്രങ്കും പ്രബോസിസും കാണാൻ പറ്റും. അഡൽട്സ് അൺസെഗ്മെൻറ്റഡ് ആയിരിക്കും, പക്ഷേ ലാർവ സെഗ്മെൻറ്റഡ് ആണ്. ബോഡി വാൾ ഇസ് തിക്ക് ആൻഡ് ഫ്ലഷി. എപ്പിഡേമിസ് നോക്കുകയാണെങ്കിൽ അവിടെ റിങ്സ് ഓഫ് ഫൈൻ പാപ്പിലെ കാണാൻ പറ്റും. സീലോമ് ലാർജ് ആൻഡ് അൺഡിവൈഡഡ് ആണ്. എലമെൻ്ററി കനാൽ ഹൈലി കോയിൽഡ് ആയിരിക്കും ആൻഡ് ദിസ് എലമെൻ്ററി കനാൽ ഇസ് ലോങ്ങർ ദാൻ ദ ബോഡി. സർക്കുലേറ്ററി സിസ്റ്റം ഇസ് സിമ്പിൾ ആൻഡ് ക്ലോസ്ഡ്. നെഫ്രീഡിയം ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. ദെൻ നെർവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു മിഡ് വെൻട്രൽ നെർവ് കോഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രബോസിസിൽ ഒരു നെർവ് റിങ്ങും കൂടെ കാണാൻ പറ്റും. ഇവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഉണ്ടാവില്ല. സെക്സസ് സെപ്പറേറ്റ് ആയിരിക്കും. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് വിത്ത് ട്രോക്കോഫോർ ലാർവേ. ആൻഡ് ഇവർ ഡെട്രിറ്റിവോഴ്സ് ആയിരിക്കും, അതായത് ഡെട്രിറ്റസിനാണ് ഇവർ ഫീഡ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു എക്യുവേറയുടെ ഒരു ഡയഗ്രാം ആണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓർഗൻസും നമുക്കിവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ബൊണേലിയ. ബൊണേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറൈൻ എക്യുറോയിഡ് വോം ആണ് വിത്ത് സെക്ഷൽ ഡൈമോർഫിസം. ഫീമെയിൽസ് ലാർജ് ആയിരിക്കും, മെയിൽസ് മൈന്യൂട്ട് ആയിരിക്കും. ഫീമെയിൽ ഓവിയോയിഡ് ഇൻ ഷേപ്പ് ആണ് ആൻഡ് ദെയർ കളർ ഇസ് ഗ്രീൻ. മെയിൽസ് ഈ ഫീമെയിലിനകത്തുള്ള സ്പെഷ്യലൈസ്ഡ് ചേംബറിനകത്ത് ഒരു സെമി പാരസൈറ്റ്സിൻ്റെ ഫോമിലാണ് ജീവിക്കുന്നത്. ഫീമെയിൽസിൻ്റെ സ്കിന്നിൽ ഒരു ഗ്രീൻ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ദാറ്റ് ഇസ് ബൊണേലിൻ. In the presence of light, this bonelin is a very effective biocide, killing bacteria, larvae of other organisms and RBCs in lab test. Next is female bonelia. Female bonelia എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ്ഡ് ആയിരിക്കും, ദാറ്റ് ഇസ് അവരുടെ ബോഡി മാസീവ് ആയിരിക്കും. പിന്നെ ഇവർക്ക് ലോങ് സ്ലെൻഡർ ടെർമിനലി ബൈഫിഡ് ആയിട്ടുള്ള പ്രബോസിസ് കാണാൻ പറ്റും. ഇവർ കൂടുതലും കാണുന്നത് മഡിന് താഴെയാണ്. അപ്പോൾ മഡിൻ്റെ സർഫസിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ കളക്ട് ചെയ്യുന്നത് ബൈ എക്സ്റ്റെൻഡിങ് ദെയർ ലോങ് ആൻഡ് സീലിയേറ്റഡ് പ്രബോസിസ്. പ്രബോസിസിനകത്താണ് ബ്രെയിൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മൗത്ത് കാണാൻ പറ്റുന്നത് പ്രബോസിസിൻ്റെ ബേസ് ഭാഗത്തായിരിക്കും. അതുപോലെ തന്നെ എയ്നസ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ പോസ്റ്റീരിയർ എൻഡ്. ദെൻ സ്കിൻ ഇസ് കവേർഡ് വിത്ത് ഇറഗുലർലി സ്കാറ്റേർഡ് പാപ്പിലെ. പിന്നെ ഇവർക്കൊരു സിംഗിൾ പെയർ ഓഫ് ഹൂക്ക് ലൈക്ക് ആയിട്ടുള്ള മിഡ് വെൻട്രൽ സീറ്റ് കാണാൻ പറ്റും, വിച്ച് ഈസ് ഓൾസോ പ്രസൻറ്റ് ക്ലോസ് ടു ദി എൻറ്റീരിയർ എൻഡ് ഓഫ് ദ ബോഡി. ദെൻ ബോഡി വാൾ എന്ന് പറഞ്ഞാൽ ഡെർമോമസ്കുലർ ആണ്, അതായത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബോത്ത് സ്കിൻ ആൻഡ് മസിൽസ്. ദെൻ സീലോം എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് പെരിവെസ്ട്രൽ സ്പേസ് ആണ് ആൻഡ് സീലോമിക് ഫ്ലൂയിഡ് ഹാസ് ഫ്ലോട്ടിംഗ് റെസ്പിറേറ്ററി സെൽസ് കണ്ടെയ്നിങ് ഹീമോഗ്ലോബിൻ. ദെൻ സർക്കുലേറ്ററി സിസ്റ്റം നോക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് ടൈപ്പ് ആയിരിക്കും. എക്സ്ക്രീഷൻ നടക്കുന്നത് നെഫ്രീഡത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ബ്രൗൺ ട്യൂബ്. ആൻഡ് ദിസ് ബ്രൗൺ ട്യൂബ് ഈസ് ഓൾസോ ഫംഗ്ഷനിങ് ആസ് യൂട്രസ്. ദെൻ എയ്നൽ വെസിക്കിൾസ് ഉണ്ട്, ഇറ്റ് ഈസ് അറൈസിങ് ഫ്രം ദ റെക്ടം ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ബിലീവ് ടു ബി എക്സ്ക്രീറ്ററി ഇൻ ഫംഗ്ഷൻ. ഇത് ഫീമെയിൽ ബൊണേലിയയുടെ ഒരു ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. Here we can see proboscis, mouth, anus and other organs. Next one is male bonelia. Male bonelia എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ unlike female bonelia, it is without proboscis. It has a pair of setae and brown tube. Then ഇവിടെ elementary canal reduced ആയിരിക്കും without mouth and anus. ഇവിടെ circulatory system absent ആയിരിക്കും, പക്ഷേ system of genital ducts കാണാൻ പറ്റും. Then early in life നോക്കുകയാണെങ്കിൽ മെയിൽ ഈ ഫീമെയിലിൻ്റെ ഫാരിങ്സിലേക്ക് എൻ്റർ ചെയ്യുന്നു, പക്ഷേ ആഫ്റ്റർ അറ്റൈനിങ് എ സെക്ഷുവൽ മെച്യൂരിറ്റി ഇവർ പെർമനൻ്റ്ലി ഫീമെയിൽസിൻ്റെ സീലോമിലോ നെഫ്രീഡിയത്തിലോ ഒരു പാരസൈറ്റിൻ്റെ ഫോമിലാണ് ജീവിക്കുന്നത്. ദെൻ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ്, വിച്ച് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ ബ്രൗൺ ട്യൂബ്. ദെൻ ഡെവലപ്മെൻറ്റ് എക്സ്റ്റേർണൽ ആയിരിക്കും. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ് വിത്ത് ലാർവൽ സ്റ്റേജ്. ഇനീഷ്യലി നോക്കുകയാണെങ്കിൽ ലാർവ ഈസ് നോട്ട് സെക്ഷുവലി ഡിഫറൻഷിയേറ്റഡ്. പിന്നീടാണ് അവർ ഡെവലപ്പ് ഇൻ ടു മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഏത് ലാർവയാണോ ഫീമെയിലായിട്ട് കോൺടാക്റ്റിൽ വരാത്തത് അവർ ഫീമെയിലായിട്ട് ഡെവലപ്പ് ആവുന്നു. അതേസമയം ഏത് ലാർവയാണോ ഫീമെയിലിൻ്റെ പ്രബോസിസ് ആയിട്ട് കോൺടാക്റ്റിൽ വരുന്നത് they will enter her body and will develop into a male organism under the influence of the female hormone.
ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഫീമെയിൽസിൻ്റെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റ് ദറ്റ് ഇസ് ബൊണേലിൻ. ഇറ്റ് ഈസ് ഓൾസോ പ്ലേയിങ് എ മേജർ റോൾ ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ. ഇതാണ് മെയിൽ ബൊണേലിയയുടെ ഒരു സ്ട്രക്ചർ, ഒരു ഡയഗ്രാം. നമുക്കിവിടെ ഗോണോപോർ, ഗട്ട് പോലുള്ള ഓർഗൻസ് നമുക്ക് കാണാൻ പറ്റും. So that's all about my topic. Thank you.